കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കുറെ കാലം നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിയും പിടിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഇവന്മാര് ആ പ്രസ്ഥാനം അന്ന് കാലഘട്ടത്തിൽ ഇതുവരെ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തരുവും പാർട്ടി ക്ലാസ്സുകളും ഓരോ ലോക്കൽ കമ്മിറ്റികളിൽ നടക്കുമായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയും പാർട്ടി എന്താണ്, പാർട്ടി സിദ്ധാന്തം എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് അവരാണ് ഈ ജനങ്ങളെ ഭരിക്കാൻ നടക്കുന്നത്. ഇന്ന് ഇവന്മാര് ഗീശ വീർപ്പിക്കുന്നതല്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ ആരുടെയും ഒരു കാര്യങ്ങളും അന്വേഷിക്കാനോ ഒന്നും മെനക്കെടുന്നില്ല. ആ പ്രസ്ഥാനം അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ വേറൊരു പ്രസ്ഥാനങ്ങളും തലമുക്കുകയില്ലായിരുന്നു. ഇന്നിപ്പോ പ്രതീക്ഷയുള്ളത് സാബു ജേക്കബിൽ തന്നെയാണ്. അങ്ങേര് ഈ പറയുന്ന രീതിയിൽ അങ്ങേരുടെ പ്രസ്ഥാനം വളരണമെന്നുണ്ടെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും കൂടെ പ്രവർത്തിക്കാനുള്ള സംവിധാനം കൂടെ അങ്ങേര് മുടക്കണം. ഞാനൊക്കെ ഒരു രോഗിയാണ്, എനിക്കധികം പ്രവർത്തിക്കാൻ ഇനിയുള്ള കാലം, എനിക്ക് 10-60 വയസ്സായി. സാബു ജേക്കബിനോട് പറയുക, എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് അദ്ദേഹത്തോട് പറയാറുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ കമ്മ്യൂണിസം കൊണ്ട് നാടിനോ ജനങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇനി കമ്മ്യൂണിസം അന്നത്തെ സിദ്ധാന്തം കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ നാടിന് നന്നായിരുന്നേനെ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് അവരുടെ സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവരുടെ ഗുണ്ടായിസവും മുഷ്കുവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കമ്മ്യൂണിസമാണോ പിണറായിസമാണോ ഇപ്പോൾ ഉള്ളത്? പിണറായിസം എന്നല്ല, അത് പറഞ്ഞു കഴിഞ്ഞാലും ആ പിണറായി എന്ന നാടിനൊരു കുറച്ച് നന്മയുണ്ടാവും. ഈ നാടിനെ എന്താ പറയണ്ടെന്നുള്ളത് സത്യം പറഞ്ഞ പേര് പറയാൻ എനിക്ക് അറപ്പ് തോന്നുന്നു. നമുക്ക് എന്നാ വിജയനിസം എന്ന് പറയത്തില്ല, വിജയനിസം സാറിന്റെ ചാനലിലാണോ എന്ന് എനിക്കറിയത്തില്ല. വിനയ് എന്ന പേരിനും നല്ലൊരു അർത്ഥമുള്ള വാക്കാന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇവൻ വിജയനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇവൻ കള്ളന്മാരെ കൊണ്ട് വിജയിക്കുന്നവൻ എടുത്തു പറയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനേ ഈ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ അടുത്ത പഞ്ചായത്ത് എടത്തല പഞ്ചായത്താണ്. എന്റെ പേര് യൂസഫ്. എനിക്ക് ഞാനൊരു 16 വയസ്സ് മുതൽ അന്ന അലോമിനി ആയിട്ട് ബന്ധമുള്ളത് അവരുടെ അപ്പന്റെ കാലം മുതൽ. ഇപ്പൊ വയസ്സ് 68ആയി. എനിക്ക് അവരെ കുറിച്ച് നല്ലത് മാത്രമേ 100% പറയാനുള്ളൂ. ഒരു കുറ്റം പോലും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ അവിടെ ചെല്ലുമ്പോ ഈ കുഷ്ഠരോഗം ഇങ്ങനെയുള്ള മാറാ രോഗങ്ങളൊക്കെ അയക്കുന്ന ആളുകൾ ആ ഗേറ്റിന്റെ അവിടെ വന്ന് ക്യൂ നിൽക്കും. അവർക്ക് ശമ്പളം ഇവർ കൊടുത്തോണ്ടിരിക്കണ കാരണവരായിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് എനിക്ക് ഈ കമ്പനിലേക്ക് പ്ലാസ്റ്റിക് ബാഗ് ഇതൊക്കെ സപ്ലൈ അന്ന് ഞാൻ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ വിഷയത്തിൽ തയ്ച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കായിരുന്നു. എനിക്ക് അവരെ കൊണ്ട് തൊട്ടടുത്ത പഞ്ചായത്താണ് അവരെ കൊണ്ട് നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഈ സാബു സാർ എന്ന് പറയണ അവരൊക്കെ അന്ന് പഠിച്ചോണ്ട് നടക്കുന്ന ടൈമായിട്ടായിരുന്നു. ഈ കാരണവരുള്ള കാലം മുതൽ അന്ന് മുതൽ അവര് നല്ലത് മാത്രമേ ജനങ്ങൾക്ക് ചെയ്ത്, അത് ഒരു ജാതി നോക്കിയോ പാർട്ടി നോക്കിയോ ഇതൊന്നുമല്ല. അവരെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ എനിക്ക് 100% പറയാനുള്ളൂ. എന്നെയൊക്കെ അറിയും, സാബു സാറൊക്കെ അറിയും. ഇപ്പൊ ഒന്നും അവിടെ ഇടപാടൊന്നും എനിക്കില്ല. അതൊക്കെ നിർത്തിയിട്ട് കുറെ കാലമായി. ഞാനിപ്പോ ചാക്കിന്റെ തന്നെ ഇപ്പൊ അവർക്ക് ഈ തയ്ച്ചു കൊടുക്കണ ഇന്നിപ്പോ വർക്കേഴ്സൊന്നും കിട്ടാതെയായി, ജോലിക്കാരെയൊന്നും കിട്ടാതെയായി. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചെറിയ തോതിലൊക്കെ ഇങ്ങനെ, എന്നാലും ഇടയ്ക്കും തലക്കൊക്കെ കമ്പനി പോകുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് വേണ്ടെങ്കിലും എന്നോട് ഞാൻ പറയണത് ഒരു 100 ബാഗ് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് കൊടുത്തോന്ന് പറയും. അവിടെ ആവശ്യമില്ലെങ്കിലും അതുകൊണ്ട് കൊടുത്തോന്ന് പറയും. അപ്പൊ അതെന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയാ, അല്ല അവരുടെ കാര്യത്തിനല്ല. മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് കമ്പനിനെ കുറിച്ച് പറയാനുള്ളൂ. ആര് കുറ്റപ്പെടുത്തുകയാണെങ്കിലും അത് നന്ദിയില്ലാത്തതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പെരിന്തൽമണ്ണയിൽ ജിജി എന്ന് പറഞ്ഞു. ഞാനൊരു തന്ത്രകടക്കാരനാണ്. അത്യാവശ്യം പശുവിനെയൊക്കെ വളർത്തി തേങ്ങയൊക്കെ പിടിക്കാൻ പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോ സാറിന്റെ ഈ ന്യൂസുകൾ കേൾക്കാറുണ്ട്. അപ്പം ഇപ്പൊ പലരും ഇത് ഈ 2020 ആകർഷിക്കപ്പെടുന്നുണ്ട്. ഞാൻ്റെ ഒരു അഭിപ്രായം പറയാണ്. അപ്പോ മറ്റുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വരാൻ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് നല്ല വ്യക്തിത്വങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാൻ എൻ്റെ ഇത് പറയുന്നത്, ഈ തൊഴിലില്ലാത്തവൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കാത്തവനെ ഒരിക്കലും നമ്മൾ ഒരു പാർട്ടിയുടെ നേതാവാക്കരുത്. കാരണം അവന്റെ ജീവിതോപാധി ഈ പാർട്ടി ആയിരിക്കും. ഇങ്ങനെയുള്ളവനും ഒരിക്കലും നാട് നന്നാക്കാൻ വേണ്ടി സാധിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അവന് സ്വന്തമായിട്ട് തൊഴിൽ വേണം, സ്വന്തമായിട്ട് സാമ്പത്തിക അടിത്തറയുള്ളവന് സ്വന്തമായിട്ട് അധ്വാനം ജീവിക്കുന്നതിനെ സാധിക്കുകയുള്ളൂ. ഞാനത് പറയാൻ വേണ്ടിയിട്ട് സാറെ വിളിച്ചത്.
ഈ സാബു സാറിനെ പോലെയുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് വരണം, എന്നാലേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കുട്ടിച്ചോറാക്കി കളയുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ഭരിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളൊരവസ്ഥ? ഇങ്ങനെയുള്ളവർ ഇത് ദൃശ്യമാധ്യമങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ ഇത് പ്രചരിപ്പിച്ചാൽ തന്നെ നടത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ജില്ലകളിലും ഒരു കൺവെൻഷൻ വെക്കുക, അതിനകത്ത് നല്ല ആൾക്കാർ വന്ന് പ്രസംഗിക്കുക, എന്നിട്ട് അതിനകത്ത് വരുന്ന ആകർഷിക്കുന്നവർ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ വേണം ഇത് പ്രചരിപ്പിക്കാമെന്ന് പറഞ്ഞത് അവരെന്നെ കണ്ടെത്തണം. ഓരോ നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ജില്ലാതലത്തിലോ കൺവെൻഷനുകൾ വെക്കണം. അപ്പോഴാണ് ഇത് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്നത്. സാറിനെ പോലെയുള്ളവർക്ക് പ്രസംഗിക്കാൻ വരണം. കാര്യഗൗരവമായിട്ട് ജനങ്ങളിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നവർ വേണം. എൻ്റെ പേര് ബെയിൽസ്റ്റൺ എന്നാണ്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദുബായിൽ നിന്നാണ്. ഈ അടുത്ത് ഒരു ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 2020 ഒരു മഹാസമ്മേളനം. അപ്പോൾ അതിനൊരു പ്രതികരണം അറിയിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2020 ഇപ്പോൾ കിഴക്കമ്പലത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒത്തിരി ആളുകൾ അതിനെക്കുറിച്ച് അവെയറാണ്. അവിടെയുള്ള പ്രവർത്തനങ്ങൾ പല ആളുകളും വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഒത്തിരി ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റു 3 പഞ്ചായത്തുകളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെബ്സൈറ്റ് വഴിയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിൽ നടത്തുന്ന പുതിയ പുതിയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആളുകളിലേക്ക് ഒരു അപ്ഡേഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ഇവരുടെ പ്രവർത്തനങ്ങളോ ഇവരുടെ സമ്മേളനങ്ങളോ ഒന്നും ഒരു വലിയ ഒരു വാർത്തയായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ സാധാരണ ആളുകളിലേക്ക്, ഇപ്പോൾ എന്നെ പോലെയൊക്കെയുള്ള സാധാരണ ആളുകളിലേക്ക് എത്താനായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞൊരു 5-6 വർഷങ്ങളായിട്ട് 2020 പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 2017 ആദ്യമായിട്ട് 2020 പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ആ ഒരു അന്ന് മുതൽ ഞാൻ അവരെ കുറിച്ച് വരുന്ന ന്യൂസുകളൊക്കെ ഞാൻ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു പ്രതീക്ഷയാണ് 2020 കുറിച്ച്. 2020 തീർച്ചയായിട്ടും ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മിനിയേച്ചർ മോഡലാണ് നമ്മുടെ സമൂഹത്തിന്. അപ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് 2020 പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതേപോലെ അതിൽ മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ കൂടുതൽ ആളുകൾ തയ്യാറാവും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കമില്ല. അത് മാത്രമല്ല, അതുകൊണ്ടാണ് അവർക്ക് അടുത്ത 3 പഞ്ചായത്തും കൂടി ഇപ്പോൾ ഭരിക്കാനായിട്ട് സാധിച്ചത്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെമ്പർഷിപ്പിന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ മറ്റ് പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഇതൊക്കെ ഫോം ചെയ്ത സമയത്ത് ജനങ്ങളുടെ ക്ഷേമം തന്നെയാണ് അവർ ഉദ്ദേശിച്ചതും. അതേപോലെ നല്ല വിഷനുള്ള, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല മനസ്സുള്ള ആളുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന സമയത്ത് നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും കറപ്ഷൻസ് കൂടുതലായിട്ട് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾക്കൊന്നും ഇനി കാര്യമായിട്ടൊന്നും നമ്മുടെ സമൂഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വളരെ വ്യക്തമാണ് സംഭവം. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നമ്മൾ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നതിന് പകരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8-9 ലക്ഷത്തോളം ആളുകളെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അവിടെ തന്നെ. അപ്പോൾ ആ ആളുകളുടെ പ്രശ്നങ്ങൾ അവരുടെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ, ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ, എഡ്യൂക്കേഷന്റെ അടിസ്ഥാനത്തിൽ, സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ, പ്രൊഫഷൻസിന്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റൽ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അവിടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കേരളത്തിൽ മൊത്തം ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറേം കൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു 5ഓ 8ഓ ലെവലിലുള്ള ഒരു മെമ്പർഷിപ്പ് കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും താഴെ തട്ടിൽ ആർക്ക് വേണമെങ്കിലും മെമ്പർ ആവാം. ഈ പാർട്ടിനെ സ്നേഹിക്കുന്ന ആർക്കും മെമ്പർ ആവാം ഏറ്റവും താഴെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ഡിഗ്രി ഉയരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു എക്സാമ്പിളാണ്, അതായത് ഇപ്പോൾ ഒരു കൊലപാതക ശ്രമങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും പെടാത്ത ഒരാളായിരിക്കണം, ഡ്രഗ് ഡീലിങ്സിലൊന്നും പെടാത്തൊരു വ്യക്തിയായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമോ, അങ്ങനെ ഉള്ള ആൾക്ക് മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഒരു മെമ്പർ എന്നുള്ള പൊസിഷനിലേക്ക് ആകുമ്പോഴേക്കും ഈ പാർട്ടി ഉറപ്പ് വരുത്തേണ്ടത് അയാൾ ഒരിക്കലും ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല ജീവിതത്തിൽ. അതുപോലെ അപ് ടു ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഒരു വ്യക്തിയായിരിക്കണം, ഇമോഷണലി വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എത്തിയ ആളെ ആയിരിക്കണം നോമിനേറ്റ് ചെയ്യേണ്ടത്, ഒരു മെമ്പർ എന്നുള്ള നിലയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഈ കറപ്ഷനെ നമുക്ക് അവിടെ തന്നെ ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റും. കറപ്റ്റഡ് ആവാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പാർട്ടി ഒരു 10-20 വർഷം കഴിയുമ്പോഴും ഒട്ടും കറപ്റ്റഡ് അല്ലാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കാലക്രമേണ ഇതിലും അങ്ങനെയുള്ള സാധ്യതകൾ വരാം. ഇതെൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. ഈ നാട് കുറെ കൂടി ബെറ്റർ ആവണം എന്നൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സാബു സാറിന്റെ ആ ഒരു പ്രഖ്യാപനം, അവരുടെ സമ്മേളനം കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഒരു ഭരണാധികാരി ഇനി കേരളത്തിൽ വരുന്നതായിരിക്കും ഈ കേരള ജനതയ്ക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, മടുത്ത് യുവമാരുടെയൊക്കെ ഈ തോന്നിവാസമായിട്ടുള്ള കാരണങ്ങൾ കണ്ടിട്ട് ഈ പിണറായി വിജയന്റെ ഭരണം കണ്ട് മടുത്ത് സാറേ. നമ്മൾക്ക് ഇനിയിപ്പോ ഈ സാബു സാറിനെ പോലെ പുള്ളി മാതൃകാപരമായിട്ടൊരു പഞ്ചായത്തിന് 23-28 കോടി മിച്ചം പിടിച്ച് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് പുള്ളി ഒരു വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും പുള്ളിയെ പോലുള്ള ഭരണകർത്താവ് നമ്മുടെ കേരളം ഭരിക്കണമെങ്കിൽ. ഈ പിണറായി വിജയൻ ഭരിച്ചതിന് ശേഷം എത്രയോ ജീവനുകൾ പൊലിഞ്ഞുപോയി, എത്ര സ്ത്രീകൾ ദാരുണമായി മരിച്ചു, എത്ര കുട്ടികൾ ബലാത്സംഗം ചെയ്ത് കൊന്നു തൂക്കിയിട്ടിട്ട് പോലും ഒരു പ്രതികൾക്കും മാതൃകാപരമായ ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഇവനൊന്നും കഴിഞ്ഞിട്ടില്ല. വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സായ ഒരു കുഞ്ഞിനെ അവന്റെ പാർട്ടിയിലുള്ള ഒരുത്തൻ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയിട്ട് അവന്റെ പോലീസുകാർ കൊടുത്ത മൊഴിയുടെയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആ പ്രതിയെ വെറുതെ വിടുന്ന സ്ഥിതി വന്നിട്ട് പോലും അവന്റെ മഹിളാ സംഘമോ അല്ലെങ്കിൽ അവന്റെ യുവജന പ്രസ്ഥാനമോ അല്ലെങ്കിൽ അവന്റെ ബാലാവകാശ കമ്മീഷൻ ആരെങ്കിലും ആ ഒരു കുടുംബത്തിന് നീതി കിട്ടുന്ന തരത്തിൽ പ്രവർത്തിച്ചില്ലല്ലോ സാറേ. ഇവിടുത്തെ PSC സാറൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കേരളത്തില് എത്രയോ കുടുംബങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുമെന്നും പറഞ്ഞ് അവര് PSC കോച്ചിങ്ങിന് വരെയൊക്കെ പോയിട്ടും ഇവനൊക്കെ ഈ PSC മെമ്പർമാർക്ക് നമ്മുടെ ഖജനാവിലെ പൈസ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നതല്ലാതെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ എന്തെങ്കിലും നിയമനങ്ങൾ നടക്കുകയോ വല്ലതും കാണിക്കുന്നുണ്ടോ സാറേ? ഒന്നുമില്ല. ഇവിടുത്തെ ക്ഷേമ പെൻഷൻ എത്ര 6 മാസമായി കുടിശ്ശിക. ഞാനടക്കം വോട്ട് വാങ്ങിക്കൊടുത്തതാണ്. 1600 രൂപ ക്ഷേമ പെൻഷനും, മരുന്നുകൾക്ക് വില കുറക്കും, നിത്യോപസാധനങ്ങളുടെ വില കുറക്കും. ഇതെല്ലാം നമ്മൾ പിന്നെ മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ ഈ പെൻഷൻ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആക്കും, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കും എന്നൊക്കെ ഞങ്ങൾ പ്രകടന പത്രികയിൽ കൊടുത്തു. ഇവന്മാർ ഇതൊന്നും നടപ്പിലാക്കത്തില്ല, ഇവന്മാർ കൊള്ളയടിക്കുകയാണ്. നമുക്കത് വളരെ വേദനയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിൽ. പക്ഷെ സാബു സാറ് ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് ഷിബു എന്നാണ്. അപ്പോ സത്യസന്ധമായ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ പ്രസ്ഥാനത്തെ കൊണ്ട് ആ ഏരിയയിൽ, ആ പഞ്ചായത്തിൽ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ കഴിയുന്നെങ്കിൽ പുള്ളിക്ക് കഴിയും, കേരളത്തെയും രക്ഷപ്പെടുത്താൻ കഴിയും. പിന്നെ ഇവന്മാരെല്ലാം കാപാലികന്മാരാണ്. ഇവന്മാര് ഇതിനെ തച്ചുടക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ടീമാണ്. ഇപ്പൊ ഞാനൊരു CPI-കാരനാണ്. എനിക്ക് എന്റെ പാർട്ടിയെ പോലും ഇതിനു വേണ്ടി പ്രതികരിക്കുന്നില്ല, ഇവന്മാരുടെ ഈ ഭരണത്തിന്റെ കൊള്ളരുതായ്മ. അതുപോലെ മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ടിട്ട് ഈ മാധ്യമ പ്രവർത്തകരെയും അതിന്റെ ജീവനക്കാരെയൊക്കെ റെയ്ഡ് ചെയ്യുക, കള്ളക്കേസിൽപ്പെടുത്തുക, കൊടുക്കുക എന്നുള്ള അല്ലാതെ ഇവന്മാര് ഒരു ന്യായമായ കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സാബു സാറിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്.
അത് നല്ലൊരു കാര്യമാണ്. പുള്ളിക്ക് ആയുസ്സും ദീർഘായുസ്സും ഈശ്വരന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്മയുണ്ടാകാനുള്ള ഒരു മനസ്സ് പുള്ളിക്കുണ്ടായതിൽ വളരെ അഭിനന്ദനാർഹമാണ്. മടുത്തിരിക്കുക കേരള ജനത. അതുകൊണ്ട് സാറിന്റെ ചാനലിൽ കാണാറുണ്ട് ഈ ക്രൈസ്തവ പള്ളിയിലെ അച്ഛന്മാര് കാണിക്കുന്ന വേണ്ടതിനങ്ങളെയൊക്കെ കുറിച്ച് സാറ് തുറന്നു പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവിധ പാവങ്ങളും പുള്ളിക്ക് നേരെയാണ്. എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. എന്റെ പേര് ജോസഫ് പൗലോ എന്നാണ്. ഞാൻ വയലാർ ചേർത്തല. ഞാൻ പ്രവാസിയായിരുന്നു കുറെ വർഷങ്ങള്. ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വല്ല കോർഡിനേറ്റേഴ്സ് വല്ലരും ഉണ്ടാ ഈ 2020 ഈ ചേർത്തല വയലാർ ഭാഗങ്ങളിൽ? അവിടുത്തെ ടീമിന് ഞാൻ ഈ നമ്പർ അങ്ങയുടെ കൊടുക്കാം, അവർ ബന്ധപ്പെട്ടോളൂ. അത് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ മടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് ജീവിക്കുമ്പോഴൊക്കെ എല്ലാ തരത്തിലും കേൾക്കുന്നതാണ്. 2013 മുതൽ ഇവരുടെ ഈ ഉടായ്പ് കേൾക്കണം, ഈ സാബു സാറിന്റെ ഒക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴല്ല വളരെയധികം ഒരു പ്രൗഡ് ചെയ്യാണ്. എനിക്ക് വളരെയധികം പ്രൗഡ് തോന്നുന്നു കേരളത്തെ കുറിച്ച്. പക്ഷെ ഈ നഷ്ടപ്പെട്ട് പോയ ഇത് തിരിച്ചെടുക്കണം. ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ളവരുടെയൊക്കെ ആവശ്യം സാബു സാറിനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മടുത്തു ഇവരെ കൊണ്ട് മടുത്തു. ഇപ്പൊ തന്നെ മറ്റേ അനീഷ്യ എന്ന് പറഞ്ഞത് AAPP ആത്മഹത്യ ചെയ്തത്, ഇതൊക്കെ വെച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ജഡ്ജിന്റെ വൈഫിന് പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം AAP ആയിട്ട്. അപ്പൊ സാധാരണക്കാരെ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? ഇതൊരു വലിയൊരു ചോദ്യമല്ലേ? 124 നിയമം കൊണ്ടുവന്നിട്ട് പോലും അതുവരെ അടിച്ചേൽപ്പിച്ചിട്ട് അവരെ തന്നെ 3 ദിവസത്തിനുള്ളിൽ പുറത്തു കൊണ്ടുവന്നു. അതേസമയത്ത് ഇതൊന്നും ഇല്ലാത്ത പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ 9 ദിവസം കിടത്തി. ഇതെന്താണിത്? സ്റ്റാലിന്റെ കാലത്ത് പോലും നടന്നിട്ടില്ല. അവസാനം ഈ റഷ്യയിൽ സംഭവിച്ച മാതിരി ലെനിന്റെയും സ്റ്റാലിന്റെ ഒക്കെ പ്രതിമ തല്ലി ഉടച്ച് സംഭവിക്കണ മാതിരി ഇവന്റെ ഈ പിണറായിയുടെ മക്കളുടെ ഒക്കെ തല്ലി ഉടക്കണം. അത്രയ്ക്ക് വെറുപ്പോട് കൂടിയാ സംസാരിക്കണത്. സാബുവിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ഞങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടതായ രീതിയിൽ ഞാൻ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്യാണ്. വേണ്ട എന്ത് വേണമെങ്കിൽ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഉണ്ടാവും. കേട്ടോ സാർ? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്. ആരായിരുന്നു? ആലപ്പുഴയിൽ നിന്ന് ബിജു എന്ന് പറയും. പറഞ്ഞു സാറ് ഈ 2020 ഈ പ്രവർത്തനത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ വരുന്നുണ്ട്. ഞാൻ ആലപ്പുഴയാണ്. ആലപ്പുഴ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ശരിക്കും ഇതിന്റെ സാറിന്റെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നല്ല പോലെ എത്തണം. ഞാനിവിടെ പലരുമായിട്ടും സംസാരിച്ചിട്ട് ആർക്കും ഈ 2020 പറ്റി അറിയുന്നില്ല. ആലപ്പുഴ ആലപ്പുഴ ടൗൺ തന്നെയാണ്. ആലപ്പുഴ നമ്മുടെ ജോസ് ആലിക്കാസിന്റെ അവിടെയാണ്. എന്റെ വീട് ആലപ്പുഴ തിരുമല വാർഡാണ്, പള്ളാത്തുരുത്ത് തിരുമല വാർഡാണ്. അവിടെ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അന്നേരം ഞങ്ങളുടെ വാർഡ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊക്കെയാണ് ഇത്, ഞങ്ങൾക്ക് 2020 ഒരു നല്ല പ്രസ്ഥാനമാണ്. അത് ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയെ അങ്ങ് ഉണ്ടാക്കിയിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളൊക്കെ പരമാവധി ഷെയർ ചെയ്താൽ നന്നായിരുന്നു. നമുക്ക് ഉടൻ തന്നെ ഇവിടെ യൂണിറ്റ് വരും. ഇവിടെ നമുക്ക് എല്ലാ മേഖലയിലും ഇതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എല്ലാവരും ഇല്ല. ഇത് പ്രായമായവരും ഈ ഒത്തിരി ഓട്ടത്തൊഴിലാളികളും അവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരിലേക്കൊക്കെ ഇത് ശരിക്കും ആഴത്തിലിറങ്ങണം. ഇത് അന്ന് സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകടന പത്രിക അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യമെങ്കിലും അവർ ഏതെങ്കിലും ഒരു ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കും അവർ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അവർ വോട്ട് ചെയ്തിട്ടില്ല. അത് 2020 തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാം കിട്ടുന്നത്. അന്നേരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പം 10,000-കണക്കിന് രക്തസാക്ഷികളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഈ തോന്നിവാസങ്ങൾ മൊത്തം കാണിക്കുന്നത്. 10,000-കണക്കിന് രക്തസാക്ഷികളും അവരുടെ കുടുംബവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് ഇയാളും ഇയാളുടെ കുടുംബവും ഇയാളുടെ മോളും ഇപ്പോഴുള്ള മന്ത്രിമാരും എല്ലാവരും നിന്ന് കാണിക്കുന്നത്. അതിന് ശരിക്കും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അന്നേരം ഇപ്പം നമ്മുടെ ഈ പ്രവർത്തനം ശരിക്കും ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ഈ ചാനലിലൂടെ അല്ലെങ്കിൽ നോട്ടീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നോട്ടീസുകൾ വിതരണം ചെയ്ത് ഇത് മൊത്തം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് അതെല്ലാം അതിന്റെ എല്ലാം ക്യാമ്പയിൻ വരുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ വരട്ടെ. ഈ ഒരു ഇനിയിപ്പോൾ ഇവരുടെ ഈ ഭരണം തീരുന്ന കാലാവധിക്കുള്ളിൽ തന്നെ ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സാർ. ഞാൻ അങ്കമാലിയിൽ നിന്നുള്ള ജോൺസൺ എന്ന് പറയുന്ന ആളെ വിളിക്കുന്നത്. പറഞ്ഞു. ഞാൻ വർഷങ്ങളായിട്ട് സാബു സാറിന്റെ ഓരോ ചലനങ്ങളും നീക്കങ്ങളും ശ്രദ്ധിച്ച് അതിനുവേണ്ടി പിന്നിൽ നിന്ന് ഒത്തിരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
പിന്നെ ഇതിനിടയ്ക്ക് ഒരു വ്യക്തി ചോദിച്ചു, ഈ സാർ എങ്ങനെ ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കും, കേരളത്തിന്റെ കടം വീട്ടാൻ എന്താണ് അങ്ങേർക്ക് അതിനുള്ള ഫോഴ്സ് എന്താണെന്ന് ഒരു സംശയം ചോദിച്ചു. വേറൊരു സംശയം വേണ്ട, വികസനം വികസനം വികസനത്തിന് കോടി 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 എന്ന് പറഞ്ഞ് പിണറായി ഓടി നടക്കുന്നത് 70% കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ കമ്മീഷൻ കാശ് ഈ കേരളത്തിന് വികസനത്തിന് ഉപയോഗിക്കുന്നതിന്റെ കമ്മീഷൻ കാശിന്റെ 70% മാത്രം മതി 10 കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ മൊത്തം കടം വീട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു മറുപടി ഒന്ന് പറഞ്ഞ് സാബു സാർ മനസ്സിലാക്കി കൊടുത്താൽ, അതല്ലാതെ ഈ ഒരു നല്ല നേതൃസ്ഥാനത്തിലേക്ക് ഉള്ള ആളുടെ കയ്യിൽ ഇതിന്റെ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതത്തിലുള്ള സ്ഥലം അടക്കം വിറ്റ് ഇതിന് സംഭാവന ചെയ്യാൻ തയ്യാറാണ്. ഈ 67 വയസ്സായി, ഒരുപാട് സമ്പാദിച്ചൊന്നും ജീവിക്കേണ്ട, സന്തോഷമായി ജീവിക്കുന്നത്. തമിഴ്നാട്ടിൽ ചെറിയ ബിസിനസ് ചെയ്താ ജീവിക്കുന്നത്. ഇപ്പൊ എവിടെ അങ്ങ് താമസിക്കുന്നത്? തമിഴ്നാട്ടില് ഒരു ചെറിയ ബിസിനസ് ചെയ്ത് ഭംഗിയായിട്ട് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ അവിടെ നിന്ന് ഒരു നിവൃത്തിയില്ലാതാണ് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ചാടി പോകുന്നത്. അപ്പൊ ഭംഗിയായിട്ട് പോകണം. ഞാൻ കുടുംബക്കായിട്ട് ഒരു സന്തോഷമായിട്ട് ബിസിനസ് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു നേതൃസ്ഥാനത്തേക്ക് നല്ലൊരാൾ വന്നാൽ ഈ ലോകത്തിലെ സർവ്വ മലയാളികളും കോടിക്കണക്കിന് പൈസ ഈ നല്ല കയ്യിലേക്ക് എത്തിപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സംഭാവന കൊടുക്കും. കേരളത്തിന് മൊത്തം കടം വീട്ടാൻ ജനങ്ങൾ ഇഷ്ടംപോലെ അറിഞ്ഞ സംഭാവന കൊടുക്കും. ഞാൻ എന്റെ വീടടക്കം, എന്റെ മാത്രം, ഭാര്യ മക്കളുടെ ഒന്നല്ല, വീടടക്കം വിറ്റ് പൂർണ്ണമായിട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറുള്ള ആളാണ്. ഇങ്ങനെ നേതൃസ്ഥാനത്തേക്ക് വന്ന് കിട്ടിയാൽ മാത്രം മതി. ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നേ. പറഞ്ഞു. 2020 ഒരു യൂണിറ്റ് നമ്മുടെ നാട്ടിലും കൂടെ ഒന്ന് സ്ഥാപിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജോസഫ്. വയനാട്ടിൽ എവിടുന്ന? വയനാട് മാനന്തവാടി. വളരെ സന്തോഷം. നമുക്കത് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അവിടെ നമുക്കൊരു യൂണിറ്റ് തുടങ്ങാനുള്ള അതിന്റെ ക്രമീകരണത്തിന് ഉള്ള അതിന്റെ ടീമുകളുടെ കയ്യിൽ ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തോളാം. എനിക്ക് സാറിന്റെ ഒരു യൂണിറ്റ് ഇവിടെ മണിയേട്ടില് പ്രവർത്തിക്കാൻ. എവിടെ ഏത് സ്ഥലത്താ? മണിയേട്. അതെവിടാണ്? അത് നമ്മുടെ പിറവം ചൂണ്ടിയുടെ ഇടയ്ക്കുള്ള. ആയിക്കോട്ടെ. അന്നേരം തീർച്ചയായിട്ടും അന്നേരം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാം. അവരുടെ ടീം താങ്കളെ ബന്ധപ്പെട്ടോളൂ. അതെ. നമ്മുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സണ്ണി. ഇത് കണ്ണൂരിൽ വിളിക്കുന്നത്. പറഞ്ഞു. കണ്ണൂർ ഭാഗത്ത് ആൾക്കാരെ എടുത്തില്ലേ? ഉണ്ട്. അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് രാജൻ. എവിടുന്ന? കണ്ണൂർ ഏത് ഭാഗത്തുനിന്നാ? കണ്ണൂര് വടക്ക് ഭാഗത്താണ്. കണ്ണൂർ ജില്ലയുടെ വടക്ക് ഭാഗം. കണ്ണൂർ ഭാഗത്തിലെ ആൾക്കാരെ ഇത് കേൾക്കുന്നതുകൊണ്ടാണ് വിളിച്ചത്. അവിടെ നമ്മളിപ്പം ഒരു യൂണിറ്റുകൾ വരുന്നുണ്ട്. ഞാൻ ഈ ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തോളാം. അങ്ങുമായിട്ട് ബന്ധപ്പെട്ടോളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.